കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടിയ ഗോവിന്ദച്ചാമിയെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യാനൊരുങ്ങുന്നു. ജയിൽ ചാടാനായി ഗോവിന്ദച്ചാമിയെ ആരെല്ലാം സഹായിച്ചു എന്നറിയാനാണ് ചോദ്യം ചെയ്യൽ. ജൂലൈ 25-ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വിദഗ്ധമായി രക്ഷപ്പെട്ടതിനെ തുടർന്ന് സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി പിറ്റേന്നു തന്നെ ഗോവിന്ദച്ചാമിയെ തൃശൂരിലേക്ക് മാറ്റിയിരുന്നു. ഇവിടെ എത്തിയ ഇയാളെ അധികൃതർ ജയിൽ ചട്ടങ്ങൾ പഠിപ്പിക്കുകയാണെന്നാണ് സൂചന. ഇതിനിടയിലാണ് ചോദ്യം ചെയ്യൽ. അതിസുരക്ഷ ജയിലിലേക്ക് പ്രവേശിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ ഇടത്തുള്ള ഒന്നാമത്തെ സെല്ലിൽ ഏകാന്ത തടവിലാണ് ഗോവിന്ദച്ചാമി. കണ്ണൂരിൽ നിന്ന് വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റിയ ഗോവിന്ദച്ചാമിയെ കണ്ണൂരിൽ നിന്നുള്ള പോലീസ് സംഘം വിയ്യൂരിലെത്തിയാണ് ചോദ്യം ചെയ്യുന്നത്. അന്വേഷണം കടുപ്പിക്കണമെന്ന് പോലീസ് മേധാവി റവേഡ ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടിരുന്നു. നേരത്തെ കൊടിസുനിയുടെ മദ്യപാനത്തിലും റവാഡയുടെ നിലപാടിൽ തലശ്ശേരി പോലീസ് കേസെടുത്തിരുന്നു. ഗോവിന്ദച്ചാമിക്ക് ഒറ്റയ്ക്ക് ജയിൽ ചാടാൻ സാധിക്കില്ലെന്നും ആരുടെയെങ്കിലും സഹായം ലഭിച്ചിരിക്കുമെന്നും ഇയാൾ ജയിൽ ചാടിയത് മുതൽ സംശയമുണ്ടായിരുന്നു. ഗോവിന്ദച്ചാമിയെ ജയിലിൽ ആരൊക്കെയോ സഹായിക്കുന്നുണ്ട് എന്നും ഇരയുടെ അമ്മയും ആരോപിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് പോലീസ് അന്വേഷണം കടുപ്പിക്കുന്നത്. ഇതിന് ചില കേന്ദ്രങ്ങൾ സംശയത്തോടെ കാണുന്നുണ്ട്. കണ്ണൂർ ജയിലിലെ സംവിധാനങ്ങളെ അട്ടിമറിക്കാനുള്ള പോലീസ് മേധാവിയുടെ ഇടപെടലായി ഇതിനെ ചില കേന്ദ്രങ്ങൾ കാണുന്നുണ്ട്. TP കേസ് പ്രതികളെ പ്രത്യേകം നിരീക്ഷിക്കുന്നു. ഭാവിയിൽ പരോൾ നൽകാതിരിക്കാനുള്ള ഇടപെടലായും ഇതിനെ ചിലർ വിലയിരുത്തുന്നുണ്ട്. ഗോവിന്ദച്ചാമി കേസിലെ അന്വേഷണവും ഇതിനു വേണ്ടിയാണോ എന്ന സംശയം അവർക്കുണ്ട്. പക്ഷേ അന്വേഷണത്തെ എതിർക്കാൻ ആർക്കും കഴിയില്ല. ഗോവിന്ദച്ചാമിയെ ആരോ സഹായിച്ചുവെന്ന നിഗമനം പോലീസിനുണ്ട്. ഇത് പോലീസ് മേധാവിയെയും അവർ അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് അന്വേഷണം. സെൻട്രൽ ജയിലിൽ ഗോവിന്ദച്ചാമിയുടെ ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തി ചപ്പാത്തി നൽകാൻ ആരാണ് നിർദ്ദേശിച്ചതെന്ന ചോദ്യത്തിന് ജയിൽ DIG തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടിൽ ഉത്തരമില്ല. ഡോക്ടറുടെ നിർദ്ദേശമുണ്ടെങ്കിലേ ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്താൻ ഉദ്യോഗസ്ഥർക്ക് അധികാരമുള്ളൂ. എന്നാൽ ഡോക്ടർ അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടില്ല എന്നറിയുന്നു. ചപ്പാത്തി കഴിച്ചാൽ മെലിയുമെന്നും അതുകൊണ്ട് മാസങ്ങളായി അതാണ് കഴിക്കുന്നതെന്നും ഗോവിന്ദച്ചാമി പോലീസിന് നൽകിയ മൊഴിയിലുണ്ട്. ശരീരം മെലിയുന്നത് പ്രത്യക്ഷത്തിൽ ബോധ്യമായതോടെ ആ നില തുടരുകയായിരുന്നു. മെലിയാൻ മാസങ്ങളോളം തയ്യാറെടുപ്പ് നടത്തിയത് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇതെല്ലാം ദുരൂഹമാണ്. അതിനിടെ ഗോവിന്ദച്ചാമിയുടെ മുടി പറ്റെ വെട്ടി മീശയും താടിയും വടിച്ചു. നേരത്തെ ഷേവിംഗ് അലർജി ആയതിനാലാണ് താടി വടിക്കാത്തതെന്ന് ഗോവിന്ദച്ചാമി മൊഴി നൽകിയതായി പറഞ്ഞിരുന്നു. എന്നാൽ തനിക്ക് അലർജി ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലെന്നും കണ്ണൂർ ജയിലിലെ അധികൃതർ തന്നോട് ഷേവ് ചെയ്യാൻ ആവശ്യപ്പെട്ടില്ല എന്നാണ് ഗോവിന്ദച്ചാമി ഇപ്പോൾ പറയുന്നത്. അതായത് കണ്ണൂരിലെല്ലാം തോന്നിയതുപോലെയായിരുന്നു. വിയ്യൂരിൽ ഗോവിന്ദച്ചാമി പൂർണ്ണ നിരീക്ഷണത്തിലാണ്. ഈ സെല്ലിന് നേരെ എതിർവശത്തുള്ള ഔട്ട്പോസ്റ്റിൽ 24 മണിക്കൂറും 2 ജയിൽ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണമുണ്ട്. ഇതിനു പുറമെ ക്യാമറ നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജയിൽ DGP ഗോവിന്ദച്ചാമിയുടെ സെൽ സന്ദർശിച്ച് സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട്. കണ്ണൂരിൽ അതീവ സുരക്ഷയുള്ള ജയിലിൽ 10-ാം നമ്പർ ബ്ലോക്കിൽ നിന്നാണ് 25-ന് പുലർച്ചെ ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടത്. പിന്നീട് തളാപ്പിലെ കിണറ്റിൽ നിന്നാണ് ഇയാളെ കണ്ടെത്തിയത്.